കൊല്ലം ആയത്തിലിൽ നിർമ്മാണത്തിലിരുന്ന നടപ്പാലം തകർന്നു വീണു. ഹൈവേ വികസനത്തിന്റെ ഭാഗമായി ചൂരാങ്കലിൽ പാലത്തോട് ചേർന്ന് നിർമ്മിച്ചിരുന്ന നടപ്പാലമാണ് തകർന്നത്. അപകട സമയത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കുണ്ടായിട്ടില്ല. ഷമീറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായുള്ളത്. ഷമീർ, എപ്പോഴായിരുന്നു സംഭവം? എന്തെല്ലാമാണ് വിവരങ്ങൾ? ലാൽകൃഷ്ണ, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. അതായത് കൊല്ലം ബൈപ്പാസിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നിർമ്മാണം, അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു തോടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ തോടിന് സമീപമായിട്ടാണ് ഇത്തരത്തിലൊരു പാലം നിർമ്മാണം നടന്നു വരുന്നത്. കഴിഞ്ഞ 2 തവണ ഇത്തരത്തിൽ ഈ പാലം നിർമ്മാണം നടന്നപ്പോഴും ഗുരുതരമായ പിഴവുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം 3ാമതായിട്ടാണ് ഇത്തരത്തിലൊരു കോൺക്രീറ്റ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. മൂന്നിലധികം തൊഴിലാളികൾ ഇതിന് മുകളിൽ തൊഴിലെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഇത് താഴേക്ക് പതിക്കുന്നത്. ഉഗ്ര ശബ്ദത്തോടു കൂടിയാണ് താഴേക്ക് പതിച്ചത്. എന്തായാലും ഇത് ശിവാലയ എന്ന് പറയുന്ന ദേശീയപാത അധികൃതർ, ദേശീയപാത കരാറെടുത്തിരുന്ന കമ്പനിയാണ് ഇത്തരത്തിൽ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നത്. വലിയ രീതിയിൽ ഉഗ്ര ശബ്ദം കേട്ടതോടുകൂടി തന്നെ ദേശീയപാതയിലെ ഗതാഗതം ഏതാണ്ട് സ്തംഭിച്ചു. പിന്നീട് പോലീസും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം ഈ സംഭവ സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഈ കോൺക്രീറ്റ് നിർമ്മാണം നടത്തിയ ഭാഗത്ത് അവിടെ നിന്നും കോൺക്രീറ്റ് നീക്കം ചെയ്യുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വിജീഷ്, ഈ ദൃശ്യങ്ങൾ പാൻ ചെയ്ത് കാണിച്ചാൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ പാലം ഏതാണ്ട് താഴേക്ക് പതിച്ചിരിക്കുകയാണ്. ഇതിന് താഴെ സ്റ്റേ ചെയ്തിരുന്ന കമ്പികളെല്ലാം തന്നെ താഴേക്ക് പതിച്ചിരിക്കുന്നു. മുകളിലുള്ള ജീവനക്കാർ വളരെ വേഗത്തിൽ ഓടി മാറിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയൊരു അപകടം ഇതിൽ നിന്ന് ഒഴിവാകാൻ കഴിയും. തൊട്ട് സമീപത്തായി തന്നെ ബൈപ്പാസിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന കാണാം. അവിടെ വലിയ ഉഗ്ര ശബ്ദം കേട്ടതോടുകൂടി തന്നെ ഈ ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പോലീസും അതുപോലെ തന്നെ ദേശീയപാത അധികൃതരും എല്ലാം തന്നെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും കരാർ കമ്പനിക്കാരുടെ ഗുരുതരമായ വീഴ്ചയാണോ ഇതിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കുകയാണ്. 3 തവണ ഇത്തരത്തിൽ ഒരു പാലം പണി ഇവിടെ നടക്കുന്നു. പക്ഷേ ഈ തോട്ടിൻ്റെ ഒഴുക്ക് വളരെ കൂടുതലാണ്. എങ്കിൽ പോലും ഇതിൽ ശാസ്ത്രീയമായ രീതിയിൽ ഈ പാലം നിർമ്മാണം നടത്തിയില്ല എന്നൊരു ആക്ഷേപവും നാട്ടുകാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് പ്രദേശവാസിയായ ഒരു പൊതുപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഇവിടെ ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഒരു 4 മാസം മുമ്പ് ഞങ്ങൾ ഈ പാലത്തിനെതിരെ സമരം ചെയ്തതാണ്. ഇറിഗേഷൻ പദ്ധതിക്കാർ 2 തവണ ഇത് വന്ന് ഇടിപ്പിച്ചതാണ്. അതിൻ്റെ ഒരു ബലക്ഷയം നിലവിലിവിടെ ഉണ്ട്. ഏതായാലും ശരി, ഇത് അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന പാലങ്ങളെല്ലാം പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ പാടുള്ളൂ. നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ 2 പ്രാവശ്യം ഇവിടെ ഇത്തരത്തിലൊരു പാലം നിർമ്മാണം നടന്നു. അപ്പോഴൊക്കെ തന്നെ സമാനമായൊരു സാഹചര്യം ഉണ്ടായെന്നാണ് പറയുന്നത്. 2 തവണ ഇടിച്ച് ഇറിഗേഷൻകാർ ഇതിൻ്റെ ഈ പുഴ ഒഴുകുന്നതിൻ്റെ വീതി വളരെ വലിയ രീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്ന ഈ പുഴ ചെറിയ കുപ്പിക്കഴുത്ത് പോലെ ആക്കിയാണ് ഇവർ പ്രവർത്തിച്ചത്. ഇതിനെതിരെ കോൺഗ്രസ് പാർട്ടി 2 തവണ സമരം ചെയ്തു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഇവിടെ മൊത്തം അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള മുഴുവൻ വീടുകളിലും വെള്ളം കയറി. കുത്തൊഴുക്കുള്ള ഒരു ചാലാണോ? എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഇടിയാനുള്ള കാരണം നിങ്ങൾ പ്രദേശവാസികൾ ഈ കരാർ കമ്പനിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു? കൃത്യമായിട്ട് ഇത് നല്ല ഒഴുക്കുള്ള, നല്ല കുത്തൊഴുക്കുള്ള ഒരു ആറാണ് ഇത് ഒഴുകുന്നത്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോഴീ പ്രവർത്തനം നടത്തി വെച്ചിരിക്കുന്നത്. ഇത് അശാസ്ത്രീയമായ രീതിയിലാണ്. ഉടനടി ഇത് മൊത്തത്തിൽ പൊളിച്ച് പണിയണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ലാൽകൃഷ്ണ, എന്തായാലും ഇത് മൊത്തത്തിൽ പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. അത്തരത്തിൽ ഒരു പൊളിച്ചുമാറ്റ നടപടിക്രമങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവർ നടത്തുന്നത്. എന്തായാലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മുഴുവനായും ഈ പാലം പണിയിൽ മുഴുകി നിന്നത്. വലിയൊരു അപകടം ഇതിൽ നിന്ന് ഒഴിവായി. അതിൽ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്തായാലും ഈ ജീവനക്കാരും അതുപോലെ ഇതിൽ തൊഴിലെടുത്തവരും ഈ പാലത്തിന് കീഴിലുള്ളവരും എല്ലാം തന്നെ വളരെ വേഗം ഓടി മാറിയതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. വളരെ വേഗത്തിൽ ഇത് ചതുപ്പിലേക്ക് ഈ പാലം താന്നു പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വളരെ വേഗത്തിൽ ഇത് ചതുപ്പിലേക്ക് താന്നു പോയി. ദേശീയപാതയിൽ ഗതാഗത സ്തംഭനമുണ്ടായി. എന്തായാലും എല്ലാം കൊണ്ടും തന്നെ വളരെ ആശ്വാസകരമായ ഒരു വാർത്ത. ഇനി ഇത് ശാസ്ത്രീയമായ രീതിയിൽ ഈ പാലം നിർമ്മിക്കണമെന്നാണ് ഇപ്പോൾ പരിസരവാസികളായിട്ടുള്ള ആളുകളുടെ ആവശ്യം. ലാൽകൃഷ്ണ. ഷമീറെ, ഈ അധികൃതരോട് ആരോടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ?
ദേശീയപാത അധികൃതരോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഈ കോൺക്രീറ്റ് നീക്കം ചെയ്യാനുള്ള ഒരു നടപടിക്രമവുമായി മുന്നോട്ട് പോവുകയാണ്. അവർ പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ അവർ പ്രതികരിക്കാമെന്ന് ദേശീയപാത അധികൃതർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എല്ലാവരും തന്നെ വേഗത്തിൽ തന്നെ ഈ നിർമ്മാണം പൊളിഞ്ഞു വീണ ഭാഗം പൊളിച്ചു നീക്കാനുള്ള നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി. ശരി ഷമീർ, കൊല്ലം അയത്തിലാണ് നിർമ്മാണത്തിലിരുന്ന നടപ്പാലം തകർന്നു വീണത്. ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് നടപ്പാലം അവിടെ നിർമ്മിച്ചിരുന്നത്. പക്ഷേ വലിയ ഉഗ്രശബ്ദത്തോടു കൂടി ആ പാലം താഴെ ആറിലേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അശാസ്ത്രീയ നിർമ്മാണമാണ് അതിൻ്റെ പ്രധാന കാരണമെന്ന് നാട്ടുകാർ തന്നെ ആരോപിക്കുന്നുണ്ട്. ഒന്നല്ല, ഒരുപാട് തവണ പൊളിച്ചു പണിതതിന് ശേഷവും അവിടെ നിർമ്മാണം പാതി വഴിയിൽ നിലയ്ക്കുന്ന സ്ഥിതിയാണ്, അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത നിലയിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ് ഷമീർ നൽകുന്ന വിവരം.